നമസ്കാരം. എനിക്ക് ഒരുപാട് വിയോജിപ്പുള്ള ഒരു നേതാവാണ് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ. കാരണം അദ്ദേഹത്തിൻ്റെ ശൈലി, പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ ഒരു വിരട്ടൽ ഭീഷണി ശൈലി ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒന്നായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അന്ന് തന്നെ അദ്ദേഹത്തിനോട് മാനസികമായിട്ടുള്ള ഒരു അടുപ്പമില്ലായ്മയുണ്ടായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ പാർട്ടി സെക്രട്ടറി ആയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ശൈലിയാണെന്ന് പലരും ന്യായീകരിച്ചു. പക്ഷേ ഒരു പാർട്ടി സെക്രട്ടറിക്ക് ഇത്തരത്തിലുള്ള ഒരു ശൈലി വേണമോ എന്നുള്ള കാര്യം അത് മറ്റൊരു വിഷയമാണ്. മുഖ്യമന്ത്രി ആയതിനു ശേഷവും പിണറായി വിജയൻ്റെ ഈ ശൈലിക്ക് മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. എല്ലാവരോടും വളരെ ധാർഷ്ട്യത്തോടും അഹങ്കാരത്തോടും ഭീഷണിയുടെ സ്വരത്തിലുമൊക്കെയാണ് പിണറായി വിജയൻ സംസാരിച്ചത്. എന്ന് മാത്രമല്ല, മുഖ്യമന്ത്രി ആയതിനു ശേഷം സാധാരണക്കാർക്ക് റോഡിൽ പോലും ഇറങ്ങാൻ കഴിയാത്ത ഒരവസ്ഥയുണ്ടായി. അദ്ദേഹം ഒരു ഇന്നോവ ക്രിസ്റ്റ വാങ്ങി 6 മാസങ്ങൾക്ക് ശേഷമാണ് 33,33,000 രൂപ പൊതു ഖജനാവിൽ നിന്ന് നൽകി ഒരു കിയ കാർണിവൽ വാങ്ങിയത്. എല്ലാ കാലങ്ങളിലും മുഖ്യമന്ത്രിമാർ ഉപയോഗിച്ചിരുന്നത് വെള്ള നിറത്തിലുള്ള വാഹനങ്ങളായിരുന്നുവെങ്കിൽ പിണറായി വിജയൻ ഇത് മാറ്റി കറുത്ത നിറത്തിലുള്ള വാഹനമാക്കി. എന്ന് മാത്രമല്ല, പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം മുഖ്യമന്ത്രി റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പൊതുജനങ്ങൾക്ക് ആ വഴിയിൽ നിൽക്കാനോ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനോ കഴിയാത്ത അവസ്ഥയുണ്ടായി. മണിക്കൂറുകളോളം മുഖ്യമന്ത്രി പോകുന്നതും കാത്ത് റോഡുകളിൽ നിൽക്കേണ്ട അവസ്ഥയുണ്ടായി. ഇതൊക്കെ നമുക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യങ്ങളായിരുന്നില്ല. ഇതിന് പുറമെയാണ് അദ്ദേഹം നടത്തിയ വിദേശയാത്രകൾ. ഈ വിദേശയാത്രകളിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ, മകൾ, ചെറുമകൻ ഇവരൊക്കെ ഉണ്ടായിരുന്നു. ഈ വിദേശയാത്രകളിൽ പലതും ദുരൂഹമായിരുന്നു. എന്ന് മാത്രമല്ല, പല ഈ ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് എന്ന് പറഞ്ഞ് പല പേരുകളിൽ വിദേശയാത്രകൾ നടത്തിയിട്ട് യാതൊരു വിധത്തിലുള്ള ഗുണവും നമ്മുടെ നാടിനുണ്ടായിട്ടില്ല എന്നുള്ളതും ഒരു വാസ്തവമാണ്. പിന്നെ മൈക്ക് പിടിച്ചോടിച്ചത്, മൈക്ക് കേടായതിന് മൈക്ക് ഓപ്പറേറ്ററെ അറസ്റ്റ് ചെയ്ത് മൈക്ക് പോലീസ് കസ്റ്റഡിയിലെടുത്തത്, നവകേരള സർക്കിട്ടിൽ യൂത്ത് കോൺഗ്രസ്സുകാരെ തല്ലിച്ചതച്ചപ്പോൾ ചിരിച്ചത്, ഇതൊക്കെ ഒരിക്കലും അദ്ദേഹത്തിന് ന്യായീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 5 വർഷക്കാലം പിണറായി വിജയനെ വളരെ നിശിതമായി തന്നെ ഞങ്ങൾ വിമർശിച്ചിരുന്നു. അത് അദ്ദേഹം ഒരു മുഖ്യമന്ത്രി ആയിരുന്നത് കൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ പല ശൈലിയാണ് അദ്ദേഹത്തിനെ ഇന്ന് ഈ ഗതിയിലെത്തിച്ചതും അദ്ദേഹത്തിൻ്റെ ശൈലി തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ പല ഇടപാടുകളും ദുരൂഹമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരിൽ പലരും നടത്തിയ ഈ അക്രമങ്ങളൊക്കെ പിണറായി വിജയൻ്റെ പേരിലാണ് വന്നത്. അതൊക്കെ ശരിയാണ്. പക്ഷേ അതൊക്കെ നമ്മൾ ചർച്ചയാക്കി, മാധ്യമങ്ങളൊക്കെ വലിയ രീതിയിൽ അത് ചർച്ചയാക്കി. പക്ഷേ ഒരു പരിധി കഴിഞ്ഞ് മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും പിണറായി വിജയൻ്റെ ഈ ചെയ്തികളെയൊന്നും ചോദ്യം ചെയ്തിരുന്നില്ല. പക്ഷേ ഇപ്പോൾ പിണറായി വിജയൻ കാറിൽ പോയപ്പോൾ പോലും, അതായത് ഒരു 40 കാറുകളുടെയും 400 പോലീസുകാരുടെയും ഒക്കെ അകമ്പടിയിലാണ് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ കേരളത്തിലെ നിരത്തുകളിൽ സഞ്ചരിച്ചിരുന്നത്. നമ്മുടെ പുതിയ മുഖ്യമന്ത്രി വി ഡി സതീശൻ നടത്തിയ അതീവ ഗൗരവമായിട്ടുള്ള ഒരു യാത്ര നമ്മുടെ മാധ്യമങ്ങളൊന്നും വേണ്ടത്ര രീതിയിൽ ചർച്ച ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. പുതിയതായി വന്നിട്ടുള്ള ഒരു ദൃശ്യമാധ്യമം ബിഗ് TV, അവർ മാത്രമാണ് ഇത് ആദ്യമായി ഈ ഒരു സംഭവം പുറത്തുവിട്ടത്. അതായത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം വോട്ടെണ്ണുന്നതിന് 3 ദിവസം മുൻപ് മെയ് 1-ാം തീയതി വി ഡി സതീശൻ ചാർട്ട് ചെയ്ത ഒരു വിമാനത്തിൽ കൊച്ചിയിൽ നിന്ന് മംഗളൂരുവിലേക്ക് പോയി. ആ മംഗളൂരിൽ പോയി അവിടെ 2 NDAയുടെ ഘടകകക്ഷിയായ JDSൻ്റെ 2 നേതാക്കളെ കണ്ടു. ഒരു മുഹീദ്ദീനും റഫീഖും, ഈ 2 പേരെ കണ്ടു. ഇത് വളരെ ദുരൂഹമായിരുന്നിട്ട് കൂടി നമ്മുടെ മാധ്യമങ്ങൾ ഇതൊന്നും ചർച്ച ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. എന്നു മാത്രമല്ല, വി ഡി സതീശൻ കർണാടകയിൽ ചെന്നത് അവിടുത്തെ കോൺഗ്രസ് നേതാക്കൾ പോലും അറിഞ്ഞിട്ടില്ല. ഇത് യഥാർത്ഥത്തിൽ ഇത് വലിയ രീതിയിൽ ചർച്ചയാകേണ്ടതാണ്. അന്ന് വി ഡി സതീശനോടൊപ്പം ഈ വിമാനത്തിലുണ്ടായിരുന്നത് ശബരിമല സ്വർണ്ണക്കള്ള കേസിൽ SIT ചോദ്യം ചെയ്ത് വിട്ടയച്ച റജികുമാറാണ്. ഇതൊക്കെ വാർത്തകളായി വന്നിരുന്നു. എന്തുകൊണ്ടാണ് ഒരു സ്വർണ്ണക്കേസിലെ കേരളത്തെ തന്നെ പിടിച്ചു കുലുക്കിയ, ലോകത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധനാലയമായ ശബരിമലയിൽ നിന്ന് സ്വർണ്ണക്കൊള്ള നടത്തിയിട്ട് ആ കേസിൽ സംശയാസ്പദമായി പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്ത് വിട്ടയച്ച റജികുമാറിനോടൊപ്പം എന്തിനാണ് വി ഡി സതീശൻ കർണാടകയിലേക്ക് പോയത്? അവിടെ ചെന്ന് NDAയുടെ ഘടകകക്ഷിയായ JDSൻ്റെ 2 നേതാക്കളെ കണ്ട് ഏത് വിഷയത്തിലാണ് അദ്ദേഹം ചർച്ച നടത്തിയത്? ഈ കാര്യങ്ങളൊന്നും ഇവിടെ അന്തിച്ചർച്ചയിൽ വിഷയമായതേയില്ല. ഇവിടെ എന്തുകൊണ്ടാണ് രമേശ് ചെന്നിത്തല ഇത്തരത്തിൽ ഇടഞ്ഞു നിൽക്കുന്നത്, KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കാത്തത് എന്നുള്ള തരത്തിൽ വി ഡി സതീശനെ ഒരു വിഗ്രഹവൽക്കരിച്ചുകൊണ്ടുള്ള ഒരു ചർച്ചകളാണ് ഈ കഴിഞ്ഞ 2-3 ദിവസങ്ങളായി ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള ചാനലുകളിൽ നടക്കുന്നത്. ഇതുതന്നെയാണ് പിണറായി വിജയൻ്റെ കാര്യത്തിലും സംഭവിച്ചിരുന്നത്. പിണറായി വിജയനെ ചോദ്യം ചെയ്യാൻ പോലും ഒരു മാധ്യമങ്ങളും തയ്യാറായിരുന്നില്ല. അദ്ദേഹം ചെയ്തിരുന്ന പല കാര്യങ്ങളും ഒരു അന്തിച്ചർച്ചയ്ക്ക് ഒരു വിഷയം എന്നുള്ളതിൽ കവിഞ്ഞ് അവർക്ക് മറ്റൊന്നും പിണറായി വിജയനെ രൂക്ഷമായി വിമർശിക്കാനോ അതിൻ്റെ ഉള്ളുകളികളിൽ ചികഞ്ഞു പോകാനോ ഇതിൻ്റെ പിന്നിൽ നടന്നത് എന്താണ് എന്ന് കണ്ടെത്താനോ ഒന്നും ഇവിടുത്തെ മാധ്യമങ്ങൾ തയ്യാറായിരുന്നില്ല. സതീശൻ്റെ കാര്യത്തിലും അതുതന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. നോക്കൂ, എത്ര ഗൗരവകരമായിട്ടുള്ള ഒരു വിഷയമാണ്. കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഫലം അറിയാൻ കാത്തിരിക്കുന്നു. ആ പ്രതിപക്ഷ നേതാവ് ആരും അറിയാതെ വിമാനം ചാർട്ട് ചെയ്ത്
കൊച്ചിയിൽ നിന്ന് സ്വർണ്ണക്കൊള്ളക്കേസിൽ SIT ചോദ്യം ചെയ്ത് വിട്ടയച്ച പ്രതിയോടൊപ്പം മംഗലൂരുവിലേക്ക് യാത്ര ചെയ്യുന്നു. അവിടെ ചെന്ന് ഈ കോൺഗ്രസിൻ്റെ എതിർകക്ഷിയായ NDAയുടെ ഘടകകക്ഷിയായ 2 നേതാക്കളെ കാണുന്നു. JDSൻ്റെ 2 നേതാക്കളെ കണ്ട് ചർച്ച നടത്തുന്നു. എന്ത് വിഷയമാണ് സതീശനും JDS നേതാക്കളും ചർച്ച ചെയ്തത്? ഇതിനെക്കുറിച്ചൊന്നും ചോദിക്കാൻ ഇവിടെ ആരുമില്ല. എന്തായാലും ഈ ഒരു ചോദ്യം ചെയ്യാതെ ഇത്തരത്തിലൊരു മൃദു സമീപനം സ്വീകരിക്കുന്നത് അത് പിണറായി വിജയൻ്റെ ഭരണത്തിന് തുല്യമാകും. സതീശനോട് ഇത്തരത്തിലൊരു മൃദു സമീപനം കാണിക്കുന്ന മാധ്യമങ്ങൾ അത് മുമ്പ് തന്നെ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പും തെരഞ്ഞെടുപ്പിന് ശേഷവും മലയാളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾക്ക് സതീശനോടൊരു സോഫ്റ്റ് കോർണർ ഉണ്ടായിരുന്നു. അതിൻ്റെ ഫലമാണ് കേരളത്തിൽ മുഖ്യമന്ത്രിയായി ആര് വരണമെന്നുള്ള ഒരു സർവേയിൽ മുഖ്യമന്ത്രിയായി VD സതീശൻ വരണമെന്ന് മനോരമയും മാതൃഭൂമിയും അടക്കമുള്ള ചാനലുകൾ കണ്ടെത്തിയത്. അതിനുശേഷവും സതീശൻ്റെ ഇത്തരം വീഴ്ചകളെക്കുറിച്ച് ചർച്ച ചെയ്യാനോ അതിനെക്കുറിച്ച് തുറന്നു കാണിക്കാനോ ഒന്നും ഈ മാധ്യമങ്ങളൊന്നും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ഈ പോക്ക് അപകടത്തിലേക്കാണ്. കാരണം പിണറായി വിജയൻ ചെയ്യുമ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. പക്ഷേ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളും നിശബ്ദമാണ്. പിണറായി വിജയൻ്റെ പല ചെയ്തികളെയും ചോദ്യം ചെയ്തിരുന്ന സമൂഹ മാധ്യമത്തിലെ പ്രമുഖരിൽ പലരും ഇപ്പോൾ സതീശൻ്റെ കാര്യത്തിൽ നിശബ്ദരാണ്. ആ പോക്ക് അപകടത്തിലേക്കാണ്. കാരണം ചോദ്യം ചെയ്യപ്പെടാതിരുന്നു കഴിഞ്ഞാൽ അത് വലിയ ഭവിഷ്യത്തിലേക്ക് പോകും. പിണറായി വിജയൻ്റെ ഒരു ഏകാധിപത്യ ശൈലി തന്നെ വീണ്ടും കേരളത്തിൽ ആവർത്തിക്കപ്പെടുമെന്നൊരു ആശങ്കയുണ്ട്.